ഹലോ ഹലോ ഗംഗേട്ടത്തിയല്ലേ? ഏട്ടത്തി ഇന്ന് ഗംഗയിൽ നടക്കത്തില്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, എല്ലാം കുളമായിരിക്കുക. അച്ഛന്റെ ചിതാഭസ്മേ കാണാനില്ല. ഇന്ന് ഒഴുക്കാൻ കൊണ്ടുപോണ പരിപാടി അങ്ങ് വെച്ചരേ, നടക്കത്തില്ല. എന്തോന്ന് ചെയ്യാൻ? ഇത് എവിടെ കൊണ്ടുവച്ചെന്ന് ആർക്കറിയാം? ഈ ചിതാഭസ്മം ചടങ്ങ് കഴിഞ്ഞ ആൾക്കാരും വരുന്നു. ഹലോ, ഓ ഞാൻ വരാം, ഞാൻ തന്നെ വരാന്ന്. എനിക്കിന്ന് വേറൊരു ഓട്ടം ഉണ്ടെന്ന്. ഞാൻ മാത്രമേ ഉള്ള ഡ്രൈവർ. ഓട്ടങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ആര്? പൂവച്ചൽ സുനി. നിങ്ങൾ പൂവയ്ക്കേ കാവയ്ക്കേ മരം ഒഴിച്ച് തറയിലിടേ ചെയ്യാം, അതിന് എനിക്കെന്ത്? അതല്ല, ഞാൻ ഇവിടെ പുതിയ ഡ്രൈവർ, നിങ്ങളെ ഓട്ടത്തിന് വന്നതാണ്. ഓട്ടത്തിന് വന്നതാണല്ലേ? ഹീസ് മിസ്സിംഗ്. ഞെട്ടിയില്ലേ? ഞെട്ടിയതല്ല, പിന്നെ പറഞ്ഞത് മനസ്സിലായില്ല. അതെ, അച്ഛന്റെ ചിതാഭസ്മം കാണാനില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? പോക്ക് നടക്കത്തില്ല. ഇരുന്നിരുന്നൊരു ഓട്ടം കിട്ടിയതാണ്, അതും. ഇനിയിപ്പോ എന്തോ ചെയ്യും? നിങ്ങൾക്കിപ്പോ കാര്യം മനസ്സിലായി, സ്വന്തക്കാർക്ക് പറഞ്ഞാൽ കാര്യം മനസ്സിലാവും. പക്ഷെ എന്റെ അച്ഛന്റെ കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു മാമനുണ്ട്, റിട്ടയർഡ് SI രംഗം മാമൻ. മാമൻ വരുമ്പോ ഞാൻ എന്തോ പറയും? മാമനെ കാണുന്നതിന് എനിക്ക് പേടിയാ. എടാ റിട്ടയർഡ് SI, നീ എന്തിനാ പേടിക്കുന്ന? പോവാൻ പറയടാ. എന്തായാലും എനിക്ക് പേടിയാ. നമ്മുടെ രവി സാറേ, നമ്മുടെ വേണു സാറില്ലേ, വേണു സാറ് മരിച്ചതിന്റെ 16 ചടങ്ങാണ് ഇവിടെ ഇന്ന്. അപ്പോ അതിന്റെ ഈ സഞ്ജയനായിട്ട് നമ്മൾ ഈ അസ്ഥി ഗംഗയിൽ കൊണ്ടൊഴുക്കാനാ പ്ലാന്. ഓ, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി സാർ, അങ്ങനെ ചെയ്യാം സാർ. DGP എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരാളിന്റെ 16 ചടങ്ങിന് നിക്കണം എന്ന് പറഞ്ഞപ്പം പറയുക ഇഡ്ഡലി സാമ്പാറും പൊതിഞ്ഞെടുക്കണേന്ന്. ഇങ്ങനെ ഉണ്ടാ കൊതി ഭഗവാനെ, മനുഷ്യത്. എങ്ങനെ പോണ്ടാ മോനെ? അങ്ങനെ പോണു മാമ. അങ്ങനെ അങ്ങ് പോയാ വിസ്താരെ പോയി ഇടിക്കും. ആരാ മനസ്സിലായില്ല? പുതിയ ഡ്രൈവർ. അതിന് വലിച്ചോളി കളഞ്ഞ പുതിയ ഡ്രൈവറല്ലേ, സ്റ്റിക്കർ പൊട്ടിച്ച് കളഞ്ഞതാ. പറയടാ, വണ്ടിയൊക്കെ എങ്ങനെയാ? കണ്ടീഷനാണോ? പിന്നെ അടിപൊളി വണ്ടിയാണ്. പുക ചെക്ക് ചെയ്തോ? എന്തു പറയുന്നു? പുക എന്തോന്ന് പറയും? അതല്ല, എടാ പൊല്യൂഷനും 4 ടയറും ഓക്കെ അല്ലേ? ഓക്കെ എന്ന് പറഞ്ഞ കമ്പനി ഇതുവരെ ടയർ ഇറക്കിയിട്ടില്ല. SRCന്റെ ടയറാണ് ഇപ്പൊ കിടക്കണം. അതല്ല, 4 ടയറും 4 വഴിക്കൊന്നും ഓടൂല്ലോ, കറക്റ്റ് പോകൂലേ? അങ്ങനെ ഉണ്ടാവണം. പോടാ നമുക്കെന്നാ. മാമ അതെ, ചെറുതാ കടിച്ചു പിടിക്കുന്നേ. ചെറിയ വിഷയമുണ്ട് മാമ. അച്ഛന്റെ അത് കാണാനില്ല. ഞാന് അന്ന് ഈ ബോഡി കൊണ്ടുവന്ന സമയത്ത് ഈ സെൻട്രലിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, വേണു സാറിനെ ഇനി ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം 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 എന്ന് വിളിച്ചു. അപ്പോൾ നീ അവിടെ നിന്ന് എനിക്ക് കാണണ്ടേ എന്ന് ഓവർ ആക്ഷൻ ആയിരുന്നു. ഇപ്പൊ അത് കാണണം ഇത് കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കാണിക്കാനാടാ? കാണിക്കാൻ അല്ല, പുള്ളി പറഞ്ഞ സാറിന് മനസ്സിലായില്ല. ഇല്ല, പുള്ളിയുടെ അച്ഛന്റെ കാണുന്നില്ല. നീ കലാമണ്ഡലത്തിലെ ഡ്രൈവർ ആയിരുന്നാടാ? നീ ആക്ഷൻ ഇട്ട് പറയുന്നു. എന്താ സംഭവം? പറ. സത്യം ഞാൻ പറയാം മാമ, അച്ഛന്റെ ചിതാഭസ്മം കാണാനില്ല. ഇതെന്തോ നിങ്ങളീ പറയുന്നേ? ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ ചിതാഭസ്മം കാണാനില്ലെന്നാ? ഇത് ആര് കണ്ടുപിടിക്കാനാണ് ഇത്? അല്ല, സാർ പോലീസിന്റെ മറ്റേതല്ലേ? മറ്റേതാ? അല്ല, ഹൈറേഞ്ച് അല്ലേ? ഹൈറേഞ്ചാ? അല്ല, കേസ് കണ്ടുപിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ. ക്രൈം ബ്രാഞ്ചിൽ 4 കൊല്ലം ഉണ്ടായിരുന്നോ? അപ്പൊ സാറ് തന്നെ ഇതൊന്ന് കണ്ടുപിടിച്ച് തരണം. നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടോടാ? എനിക്ക് പറ്റിയ സാവിത്രി ചിറ്റ സംശയമുണ്ട് മാമ. അതെന്താ സംശയിക്കാൻ കാരണം? അച്ഛനായിട്ട് ഈ സാവിത്രി ചിറ്റയ്ക്ക് ചെറിയൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ മാമ. സാവിത്രി എന്ന് പറയുന്നത് നമ്മുടെ പട്ടുസാരി ഉടുത്ത് ഭയങ്കര ബഹളത്തിൽ നടക്കുന്ന ഒരു കുട്ടിയാണോ? തന്നെടാ. ജീവിച്ചിരുന്ന സമയത്ത് വേണു സാറിനെ ഇവർ ഒരുപാട് പ്രാവശ്യം ശല്യം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ഇവർ ഇറങ്ങി ഓടുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ അസ്ഥി ഇത് കുടത്തിലാക്കി ഇവർക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ വികാരങ്ങളല്ലേ? അത് മാത്രമല്ല മാമ, എന്താ ഈ സാവിത്രി ചിറ്റയും അച്ഛനും തമ്മിലുള്ള ബന്ധം തുടരുതെന്ന് പറയാൻ വേണ്ടി സാവിത്രി ചിറ്റയുടെ ഭർത്താവ് പുരുഷമാമ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനോട് ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനോട് പറഞ്ഞ് ഈ ബന്ധം തുടരരുതെന്ന്. എന്നിട്ട് സാവിത്രി ചിറ്റ അച്ഛനും ആ ബന്ധം തുടർന്നു മാമ. ഈ സാവിത്രിയെയും നിന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം പറ്റില്ല എന്ന് പറയാൻ വേണ്ടി വന്ന ആളിന്റെ പേരാരാടാ? പുരുഷൻ. എന്തിനാണ് എന്തോ യവന് പുരുഷൻ എന്ന് പേരിടുന്നത്? ഇവനൊക്കെ പുരുഷനൊക്കെ ആരുടെ പേരിടുന്നത്? എനിക്ക്